ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. കേശൂട്ടൻ കുളിച്ച് സുന്ദരനായിട്ട് മുണ്ടൊക്കെ ഉടുത്ത് നിൽക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ആകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. മുണ്ടൊക്കെ കണ്ടപ്പോഴത്തേക്കും ചിലവർക്ക് അങ്ങ് ഊഹിക്കാം പോകുന്നത് അമ്പലത്തിലേക്കാണ്. അപ്പോൾ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് ചേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് ശേഷം ഇതാദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. വേറെ എവിടെയല്ല, നമ്മുടെ ശബരിമലയിലേക്ക്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ മാല ഇടാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു ഷോപ്പിൽ വന്നു മാല വാങ്ങിക്കാനായിട്ട്. വ്രതം തുടങ്ങിയിട്ട് കുറച്ച് നാളായി കേട്ടോ, കുറച്ച് ദിവസമായി. പക്ഷെ മാല ഇടാൻ ഇപ്പോഴാണ് പറ്റിയത്. ഒരു എക്സാം ഉള്ളത് കൊണ്ട് ചേട്ടൻ ഇപ്പോഴാണ് മാല ഇടാൻ പറ്റിയത്. കാരണം ഊരി വെച്ചിട്ട് പിന്നെ ഇടുക എന്നുള്ളത് ചേട്ടന് അത്ര വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വ്രതം നേരത്തെ എടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഇന്ന് മാല ഇടാൻ പോവുകയാണ്. അടുത്തൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഒരു അയ്യപ്പൻ്റെ ഒരു ചെറിയൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യം വൈക്കത്ത് അമ്പലത്തിൽ പോയി മാലയിടാനൊക്കെയായിരുന്നു പ്ലാനിങ്. പിന്നെ അത് മാറ്റി വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നൈറ്റ് ഷിഫ്റ്റ് കയറേണ്ടത് കൊണ്ട് പോയി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അതുപോലെ വൈക്കത്തഷ്ടമി കഴിഞ്ഞിട്ട് കുറച്ചേ ആയുള്ളൂ. അപ്പോൾ അവിടെ തിരക്കായിരിക്കും. മാല പൂജിച്ച് തരുമോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഈ ഏരിയയിൽ ഞങ്ങൾ പണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ ഏരിയയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അമ്പലം തുറന്നില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് അവിടെ വന്നത്. അപ്പം മാലയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇന്ന് മാല ഇടാൻ പോവുകയാണ്. ചേട്ടൻ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകുന്നത്. അപ്പോൾ വ്രതമൊക്കെ തുടങ്ങി. ഇപ്പം ബുക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം ബുക്ക് ചെയ്ത് 3-ാം തീയതിയാണ് പോകാനായിട്ട്. വൃശ്ചിക മാസം മലയിൽ പോകുന്ന തിരക്കുകളും സീസൺ ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ ഈ മാസം തന്നെയാണ് ചേട്ടൻ പോകാനായിട്ട് സെലക്ട് ചെയ്തത്. അച്ഛൻ തെറ്റിച്ചു പറഞ്ഞു. അങ്ങനെ കേശൂട്ടൻ്റെ ഗാനമേള പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം തിരുമേനി വന്നു. എന്തായാലും നട തുറക്കുന്നതിനുള്ള തിരക്കുകളാണ്. അവിടെ ചെറിയൊരു കുട്ടി അമ്പലമാണ്. കേശൂട്ടൻ്റെ വക ശരണം വിളിയൊക്കെ ഉണ്ട്. അയ്യപ്പൻ ഫാനൊക്കെയാണ് പുള്ളിക്കാരൻ. അപ്പം ശരണം വിളിയൊക്കെ ഉണ്ട്. അപ്പം അതിനുശേഷം മാല പൂജിച്ച് കിട്ടി. ഞങ്ങൾ ചുറ്റമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അതിനിടയ്ക്ക് അവിടെ മൊത്തം വിളക്കുകളൊക്കെ വെക്കുകയാണ്. ഇത് കാവാണ് അമ്പലത്തിൽ. ചെറിയൊരു കുട്ടി അമ്പലമാണ്. ഒരുപാട് വിശേഷങ്ങളൊന്നും ഞാനിതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം അതിനുശേഷം ഞങ്ങൾ മാല ഇട്ടു. വൈക്കത്ത് പോകാനായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ പോയത് ചോറ്റാനിക്കരയിലേക്കാണ്. അപ്പോൾ കുറച്ച് ബ്രേക്കിന് ശേഷമായിരിക്കും അടുത്ത വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം മലയ്ക്ക് പോകുന്ന വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത്. കേശൂട്ടൻ പോകുന്നില്ല. കേശൂട്ടൻ ഇനി എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ. ഞാനിതുവരെ പോയിട്ടില്ല. പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മുതുക്കിയൊക്കെ ആയിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ അതിനുശേഷം ചോറ്റാനിക്കര ഇവിടെ നടത്താണ്. ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. ഇടവഴിയൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. അവിടെയാണെങ്കിൽ അയ്യപ്പന്മാരുടെ സീസണാണ്, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി. അവിടുത്തെ വിശേഷങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ചെല്ലുമ്പോൾ തന്നെ ഒരു ഉത്സവ പറമ്പിലേക്ക് പോകുന്ന ഒരു പ്രതീതിയായിരുന്നു. ചോറ്റാനിക്കര ആകെ കളറായിട്ട് അമ്പലത്തിൽ നിറയെ തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും വ്രതം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യമായിട്ടാണല്ലോ ഞാൻ അയ്യപ്പൻ്റെ മാലയിട്ടിരുന്ന സ്വാമിയുടെ കൂടെ. അപ്പം ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും ചേട്ടാ അത് ചെയ്യാവോ, ചേട്ടാ ഇത് ചെയ്യാവോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ സംശയങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് ചേട്ടൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം കൂടെ നിന്ന് നോക്കിയത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും മാലയിടൽ പരിപാടി എന്തായാലും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വന്നാലോ. അപ്പോൾ നമ്മൾ ഒരു ബ്രേക്കിന് ശേഷം ആണ് അടുത്ത വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത്
ഇന്നാണ് ആ ദിവസം. ചേട്ടൻ മലയ്ക്ക് പോകുന്ന ആ ദിവസം ഇന്നാണ്. ഒറ്റയ്ക്കാണ് പോകുന്നത്. സാധാരണ പണ്ടൊക്കെ ഗ്യാങ് ആൾക്കാർ, കൂട്ടുകാരും മുതിർന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്തായതുകൊണ്ട് ഒറ്റയ്ക്കാണ് പോകുന്നത്. എന്തായാലും ഒറ്റയ്ക്കും പോയി നോക്കാം എന്നുള്ള രീതിയിൽ ഞാനും ചേട്ടനും വണ്ടിയിലാണ് പോയത്. അതിൻ്റെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ പോയി. നമ്മൾ മാലയിട്ട അമ്പലത്തിൽ തന്നെയാണ് കെട്ടുമുറുക്കിന് ഉള്ള ഇത് റെഡിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേശൂട്ടനും അവൻ്റെ അമ്മൂനെയും ബസ്സിലാണ് വന്നത്. അവർ നേരത്തെ അവിടെ വന്ന് നിൽപ്പുണ്ട്. നമ്മൾ അവിടേക്ക് വന്നു. അപ്പോൾ ഒരുപാട് 1-2 സ്ഥലത്തൊക്കെ തിരക്കിയിട്ടാണ് നമ്മൾ കെട്ടുമുറുക്കിന്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ എന്തായാലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അന്വേഷിച്ചാണ് ഇവിടെ തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവിടേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ സ്വാമി എല്ലാം പൂജാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കേശൂട്ടൻ പോയി നെയ്യ്, ലാസ്റ്റ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് നെയ്യുടെ കാര്യമൊക്കെ പറഞ്ഞത്. നെയ്യ് ഉരുക്കുന്നത്, നെയ്യൊക്കെ ഓൾറെഡി പറഞ്ഞു, നെയ്യ് ഉരുക്കി കൊണ്ടുവരാനായിട്ട്. പിന്നെ അത് പോയി. അതിനുശേഷം പൂജാരിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് കെട്ടുമുറുക്ക് തുടങ്ങാനായിട്ടിരുന്നു. പിന്നെ ശരണംവിളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്ര അങ്ങോട്ട് ഓളമില്ല. ഞാൻ പണ്ട് വീടുകളിലും അവിടെ എടുക്കാണ്ടിരിക്കുന്നത് ഭയങ്കര ശരണംവിളി കൊണ്ട് ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ 1-2 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ ശരണം വിളിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ സ്വാമിയാണെങ്കിലും ഭയങ്കര ഒരു ലാഗ് പോലൊക്കെ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമിക്ക് ശരണം വിളിക്കാൻ വയ്യാത്ത പോലെയാണ് സ്വാമി ഇരുന്നത്. പിന്നെ കേശവനൊക്കെ ശരണം വിളി ഉണ്ടായിരുന്നു. 2 നെയ്ത്തേങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ചേട്ടനും നിറച്ചു, ഒന്ന് ഞാനും. അതിനുശേഷം നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് കേശൂട്ടനും അരി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിറയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പം ഞാനിങ്ങനെ ചെറിയ ഒരു വീഡിയോ ബ്ലോഗൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇവിടെ വരെയുള്ള കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ചേട്ടൻ അവിടെ പോയി കാണുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചില ഫോട്ടോസൊക്കെ ഇതിലൂടെ മാത്രമാണ് ഞാൻ ശബരിമല കണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കുഞ്ഞിലെയും കൊണ്ടുപോയിട്ടില്ല, അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം അമ്മ പോയിട്ടുണ്ട്, കുഞ്ഞിലെ പോയിട്ടുണ്ട്. ഇനി കേശൂട്ടന് 6 വയസ്സിൽ കൊണ്ടുപോകണമെന്ന് ചേട്ടന് ഒരു ആഗ്രഹമുണ്ട്. നടക്കുമെങ്കിൽ കൊണ്ടുപോകും, ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ എപ്പോൾ വേണമെങ്കിലും പോവാം. പെൺകുട്ടികൾക്കാണല്ലോ പോകാനായിട്ട് പറ്റാത്ത. ഒരു പെൺകുഞ്ഞായിരുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് ഇപ്പം തന്നെ ചേട്ടൻ്റെ കൂടെ പറഞ്ഞു വിടായിരുന്നു. അതുപോലെ കേശു ഇപ്പം നടക്കാനും കുറച്ച് മടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്നെ വിട്ട് മാറി നിൽക്കത്തില്ല കേശു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ കൊണ്ടുപോയി ശരിയാകത്തില്ല. അങ്ങനെ ചേട്ടന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, ഈ പ്രാവശ്യം പോയേ പറ്റൂ എന്നുള്ള തീരുമാനം നേരത്തെ എടുത്തായിരുന്നു. അങ്ങനെ പോയേ ആഗ്രഹത്തോടെ ചേട്ടൻ എന്തായാലും പോവാണ്. ചോറ്റാനിക്കരയിൽ നിന്നാണ് നമുക്ക് ബസ്സിനാണ് പോകുന്നത്. അപ്പം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ബസ്. 7 മണിക്കത്തെ ബസ്സിനാണ് പോകുന്നത്. ചോറ്റാനിക്കര അമ്പലത്തിൽ ബസ് വന്ന് അതിലാണ് പോകുന്നത്. അപ്പോൾ തിരിച്ച് നാളത്തേക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം. അപ്പം ഞങ്ങൾ ഒരുപാട് സന്തോഷം, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോവുകയാണ്. പിന്നെ പറഞ്ഞ രീതിയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പേടിയായിരുന്നു ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാം തൃപ്തിയോടെയാണ് ചെയ്തതും എല്ലാ കാര്യങ്ങളും. അപ്പം ഞങ്ങളുടെ ശബരിമല വിശേഷം വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതിൽ ഞാൻ പറയുകയാണ്, എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കേശൂട്ടൻ അമ്മയുടെ കൂടെ പോകും. ഞാൻ ചേട്ടനെ ചോറ്റാനിക്കരയിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ബസ് കയറ്റി വിട്ടിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പം എല്ലാം കെട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങൾ അതെല്ലാം പാത്രം അവിടെ കഴുകാനായിരുന്നു. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ബാക്കി വന്ന നെയ്യും അവല് മലര് പിന്നെ പ്രസാദം തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ച് തന്നുവിടും. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ വിചാരിച്ചില്ല അതെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് കേശൂട്ടൻ വന്ന് ശർക്കര കട്ട് തിന്നാൻ വന്നതാണ്. ശർക്കരയും കൽക്കണ്ടവും കണ്ടപ്പോഴത്തേക്കും അത് കട്ട് തിന്നാൻ വന്നേക്കുവാണ് കേശൂട്ടൻ. അവൻ വന്ന് ആദ്യം തന്നെ അത് ആദ്യം തൊട്ടേ എടുക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പം അതിന് ശേഷം നമ്മളിത് വെക്കുന്ന കണ്ട ഉടനെ ആൾ വന്നു. ഞാൻ പിന്നെ തുടരെ നമ്മൾ ഈ വോയിസ്
ഇവിടത്തുള്ള വിശേഷങ്ങളും വോയിസും കൊടുക്കാത്തതെന്ന് വെച്ചാൽ അവിടെ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശബരിമലയായിട്ട് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ്. അപ്പം അത് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ തന്നെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീഡിയോയിലും അങ്ങനെയായിരിക്കും. അതിനുശേഷം കെട്ട് തലയിൽ വെക്കാനുള്ള സമയമായി. അപ്പം അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ച് അമ്മയും സ്വാമിയും കൂടാണ് തലയിൽ വെച്ച് കൊടുത്തത്. ഇനി വലം വെച്ച് അതിനു മുമ്പ് പൂജാരിക്ക് അകത്ത് പോയി ദക്ഷിണ കൊടുക്കുകയും ഇത് പൂജിച്ച് തരികയൊക്കെ ചെയ്തു. അതിനുശേഷം ദീപാരാധന കഴിഞ്ഞ് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മുടെ തേങ്ങ വലം വെച്ച് ഉടച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ എന്തോ നടക്കണം അങ്ങനെ എങ്ങാണ്ടാണ് പറയുന്നത്. ഞാനത് കേട്ടില്ല. അങ്ങനെ ചേട്ടൻ പോകണം. പിന്നെ അങ്ങോട്ട് ഭയങ്കര ധൃതിയായിരുന്നു. പിന്നെ ഞാനാണ് ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും ചേട്ടൻ സന്തോഷത്തോടെയും സേഫായിട്ടും പോയിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിവിടെ ഇപ്പം നിൽക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല മടിയുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞു, ബാ നമുക്കൊരു ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എടുക്കാനായിട്ട് ഒരുപാട് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ചേട്ടൻ്റെ വണ്ടി വന്നത്. അങ്ങനെ ചേട്ടൻ പോവുകയാണ്. സേഫായിട്ട് പോയിട്ട് വരൂ. പിന്നെ 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ ബസ് 8:30 കഴിഞ്ഞപ്പോഴാണ് വന്നത്. ചേട്ടന് ടെൻഷൻ ഉണ്ടായിരുന്ന ഇടവഴിയൊക്കെ കയറി ഞാൻ സേഫായിട്ട് പോകുമെന്ന്. പിന്നെ ഞാൻ സേഫായിട്ട് തന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ശബരിമലയിലെ പോക്കിൻ്റെ വിശേഷം. പിന്നെ ശബരിമലയിലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു ചേട്ടൻ. ഞാൻ പറഞ്ഞില്ല, പറയാതെ തന്നെ എന്തോ പറ്റിയെന്ന് അറിയത്തിലെടുത്തു. പിന്നെ ആ ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടൻ്റെ കസിൻസും എല്ലാവരും പോയായിരുന്നു. അവരും ഫോട്ടോസൊക്കെ അയച്ചു തന്നു. എനിക്ക് ഈ ഫോട്ടോസും വീഡിയോസും അല്ലാതെ കാണാനായിട്ട് ഒരു ഭാഗ്യവുമില്ല ഇപ്പം. എന്തായാലും ഇനി എപ്പോഴെങ്കിലും പോയി കാണാൻ ഭാഗ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേശൂട്ടന് 2-3 വർഷം കഴിയുമ്പം കേശൂട്ടനെയും വിടണം. ചേട്ടൻ്റെ ആഗ്രഹം കേശൂട്ടന് 6 വയസ്സുള്ളപ്പോൾ കൊണ്ടുപോകണമെന്നാണ്. ആഗ്രഹം സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും മനസ്സ് നിറഞ്ഞ ഒരു മലയ്ക്ക് പോക്ക് ആയിരുന്നു ഇപ്രാവശ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കല്യാണത്തിന് ശേഷം വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ഇതായിരുന്നു. അത് മനസ്സ് നിറഞ്ഞ് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. ഇനി ഇപ്രാവശ്യം എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളും വന്നെങ്കിൽ ഭഗവാൻ പൊറുക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇതിലും പോരായ്മകളൊക്കെ വന്നതൊക്കെ നികത്തി അടുത്ത പ്രാവശ്യം അതിലും ബെറ്ററാക്കാം നല്ല ആക്കണം എന്നാണ് മനസ്സിൽ. അങ്ങനെ എന്തായാലും തലേ ദിവസം രാത്രി പോയിട്ട് ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ പിറ്റേന്ന് ഉച്ചയോടെ ആയപ്പോഴത്തേക്കും ചേട്ടൻ തിരിച്ചു വന്നു. ഞാനാണ് തൃപ്പൂണിത്തുറ ബസ് സ്റ്റോപ്പിൽ പോയി വിളിച്ചത്. അപ്പം 2024 വൃശ്ചിക മാസം ചേട്ടൻ എന്തായാലും മലയ്ക്ക് പോകാൻ പറ്റി. ഇനി അടുത്ത വർഷം 2025 പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.